ഇന്ന് നമ്മളിതേ പെട്ടിയും കിടക്കിയെടുത്ത് സ്ഥലം വിടുകയാണ് കേട്ടോ. ആരും പേടിക്കേണ്ട, നാട്ടിലോട്ടൊന്നുമല്ല, ഇവിടെ തന്നെ നമ്മൾ വേറൊരു വീടെടുത്ത് മാറുകയാണ്. ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീട് മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങുകളും കാര്യങ്ങളുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുമ്പം റൂം മാത്രമല്ല, കോമൺ സ്പേസുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഹാളും കിച്ചണും ഫ്രിഡ്ജും വാഷ്റൂമും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങിന് ശേഷം എന്തെങ്കിലും അഴുക്കൊക്കെ ആവുകയാണെങ്കിൽ നമുക്കൊരു പ്രൂഫ് വേണമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഡോണയുടെ വീട്ടിലോട്ടാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ ഒരു പെട്ടി സാധനങ്ങൾ ഞാൻ അവളുടെ തലേദിവസമേ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. ബാക്കിയുള്ളത് നമ്മൾ 3 പെട്ടികളാക്കിയിട്ട് പാക്ക് ചെയ്യുവാണ്. അപ്പോൾ കേടായി പോയിട്ടുള്ള ബൾബിന് പകരം നമ്മൾ നല്ല ബ്രാൻഡഡ് ബൾബുകളൊക്കെ വേറെ വാങ്ങിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാതെ ഇറങ്ങി പോരാനാണ് മാക്സിമം നോക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. മെയിൻലി ഞാൻ വീട് മാറാൻ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെൻറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പുതിയ വീട്ടിൽ എനിക്ക് പഴയ വീട്ടിനേക്കാളും റെൻറ്റ് കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനമാണല്ലോ നമുക്ക് എവിടെ ചെന്നാലും ഏറ്റവും വലുത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ വന്ന കാലം തൊട്ട് അതൊരു ട്രോമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്ന് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂടുള്ള സമയത്ത് എനിക്ക് 1 മാസത്തോളം AC ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു 3 ആഴ്ചത്തോളം പവർ ഉണ്ടായിരുന്നില്ല. പവർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇൻഡക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി കുക്കിങ്ങും തുണിയലക്കും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫ്രണ്ട്സാണ് ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തന്നതൊക്കെ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് പറയായിരുന്നു. പക്ഷെ നമുക്ക് കംപ്ലയിൻറ്റുകൾ എത്ര പറഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ആക്കിയുള്ള സംസാരവും നമ്മൾ റെൻറ്റെങ്കിലും കുറച്ച് തരാമോ, ഇത്രയും നമ്മൾ സഫർ ചെയ്താൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ റെൻ്റ് എന്ന് ചോദിച്ചാൽ റെൻറ്റിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല ഡ്രെയിൻഡ് ആവുമായിരുന്നു. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട് എന്നുള്ളൊരു ഫീല് വേണമല്ലോ. നമ്മളിപ്പോൾ റെൻ്റലിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സ്പേസ് എന്നൊരു ഫീല് എനിക്ക് ഒരിക്കലും ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വരാൻ തന്നെ എനിക്ക് പോകണമെന്നേ ഇല്ല വീട്ടിലോട്ട് എന്നുള്ളൊരു ഇതായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യമോ സന്തോഷമോ എൻ്റെ ഒരു സ്പേസ് എന്നുള്ള ഫീലിംഗൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ മാറുന്നത്. പിന്നെ പൈസയുടെ പേരിലൊക്കെ ആണെങ്കിലും വന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു വീട് കുറച്ചായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിട്ട് ഇപ്പം മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നമ്മൾ കൂടുതലും സ്റ്റുഡൻസ് സ്ട്രഗ്ലിങ് ഫേസിലാണ്. അപ്പം ആ ഒരു സ്ട്രഗിൾസൊക്കെ മനസ്സിലാക്കുന്ന ഓണേഴ്സിനെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ ഇതൊരു ഭയങ്കരമായിട്ട് ബിസിനസ്സായിട്ട് മാത്രം കാണുന്നവരുടെ കൂടെ നമ്മൾ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വീടെടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു സന്തോഷവും രസമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ വീട്. നമ്മൾ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. നമ്മൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർത്തു. വീടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പുതിയ എയർ ഫ്രയറും ബ്ലെൻഡറും ഒക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോസൊക്കെ എല്ലാം ഈ വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും പുതിയ വീട് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.